ബാക്ക് ടു അവർ ചാനൽ ഫുഡ് ആൻഡ് ബ്യൂട്ടി. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചൈനീസ് വിഭവമായിട്ടുള്ള ചില്ലി ചിക്കനാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 750 ഗ്രാം ചിക്കനാണ്. അപ്പോൾ ഫ്രോസൺ ചിക്കനാട്ടോ ഞാൻ എടുത്തത്. ഇവിടെ അതാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് കഴുകി കട്ടൊക്കെ ചെയ്ത് ഈ ഒരു സൈസിലുള്ള പീസസ് ആക്കി വയ്ക്കാം. അപ്പോൾ ബോണിൻ്റെ പീസസ് മാക്സിമം ഒഴിവാക്കുക കേട്ടോ, ബോൺ വേണ്ട നമുക്ക്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ, ഒരു ഫുൾ ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഉപ്പ്. അപ്പോൾ ചൈനീസ് വിഭവങ്ങളുടെയൊക്കെ പ്രത്യേകത അതിൽ ചേർക്കുന്ന മിക്സ് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് വിനെഗർ. ഇത് നന്നായിട്ട് മസാല ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഓയിൽ, വെളിച്ചെണ്ണ ചേർക്കരുത്, വേറെ എന്തെങ്കിലും സ്മെല്ലില്ലാത്ത ഓയിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കോട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചൈനീസ് വിഭവങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്ത സോയാ സോസ് ഒരടപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻഗ്രീഡിയൻസ് തീർന്നിട്ടില്ല, ഇനി കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട്. നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും മുട്ട നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും വെച്ചിട്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വച്ചേക്കാം. കണ്ടോ, നല്ല പോലെ ലൂസായി വെള്ളം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കവറിങ് വേണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് ഈക്വൽ എമൗണ്ടിൽ മൈദയും കോൺഫ്ലോറും ചേർക്കുക. അപ്പോൾ ഈക്വൽ എമൗണ്ടിലാവാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അങ്ങനെ ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കുക. പിന്നെയും ആവശ്യമുണ്ടെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ വീതോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വീതോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ഈക്വൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ നല്ല പോലെ കവർ ചെയ്ത് ഫ്രൈ ആയിട്ട് കിട്ടും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പോഴും നമ്മുടെ കോട്ടിങ് അത്ര കറക്റ്റായിട്ടില്ലായിരുന്നു. സോ ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു കവറിങ് ഉണ്ടല്ലോ, അതേപോലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. കണ്ടോ, കറക്റ്റായിട്ട് കോട്ട് ചെയ്യണം. ലൂസാണെങ്കിൽ കവറിങ് ഇങ്ങനെ പല സ്ഥലത്തും പൊളിഞ്ഞൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഇപ്പോൾ മിക്സിംഗ് ഒക്കെ കറക്റ്റായി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വിനെഗറൊക്കെ ചേർത്തുകൊണ്ട് ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചോളും. അപ്പോൾ അതങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് മിനിമം അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിത് മാറ്റി വെക്കണം കേട്ടോ. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ടൈം കിട്ടും. അപ്പോൾ നമ്മുടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് പൊരിച്ചെടുക്കാം. എപ്പോഴും നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാൻ പൊരിക്കുന്നത്. അത്യാവശ്യം ചൂടായപ്പോൾ ഒരെണ്ണം ഇട്ട് നോക്കി. എന്താണെന്നറിയോ, ഒരെണ്ണം ഇട്ട് നോക്കിയത് അതിൻ്റെ കവറിങ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇപ്പം നല്ല ഗോൾഡൻ കളറിൽ ക്രിസ്പി ആയിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി പകുതി ഭാഗമൊക്കെ ഇങ്ങനെ പൊളിഞ്ഞൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മുടെ കൺസിസ്റ്റൻസി കറക്റ്റ് അല്ല എന്നാണ്. അതുകൊണ്ട് കുറച്ച് പൊടി കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ആയതുകൊണ്ടിട്ട് ബാക്കിയെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും മാറ്റുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം കുറച്ച് ക്രിസ്പി ആവണം കേട്ടോ, കരിഞ്ഞു പോകരുത്. അതിന് തൊട്ട് മുന്നേ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ ഫുൾ ബാച്ചായിട്ട് നമുക്കങ്ങ് പൊരിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ആ പാത്രം കഴുകി അതേ പാൻ തന്നെ വെച്ചിട്ടുണ്ട്. എപ്പോഴും ചൈനീസ് വിഭവങ്ങൾ നല്ല ഹൈ ഹീറ്റിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ നമുക്ക് അവരുപയോഗിക്കുന്ന വോക്ക് പാൻ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഞാൻ ആ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ജിഞ്ചർ കട്ട് ചെയ്തത്, അതുപോലെ തന്നെ നമ്മുടെ ഗാർലിക് കട്ട് ചെയ്തത്, അതുകൂടാതെ ഒനിയൻ ബൾബ്, നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ്റെ ബൾബ് ഉണ്ടല്ലോ, വൈറ്റ് പോർഷൻ, അതും കൂടി ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കുക. 1 മിനിറ്റ് നമുക്കിങ്ങനെ സോട്ട് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഹീറ്റിലാണ് കിടക്കുന്നത്. ഓൾറെഡി പാൻ നല്ല ചൂടാണല്ലോ. പിന്നെ ഹൈ ഹീറ്റിലോട്ട് ആക്കി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ചൂടുള്ളത് കൊണ്ടിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. എന്നിട്ട് ഇങ്ങനെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനവും അടുത്ത് വെച്ചേക്കുക. എന്നിട്ട് പെട്ടെന്ന് ഇട്ട് നല്ല പോലെ ഇളക്കി എടുത്തുകൊണ്ടിരിക്കണം. അല്ലാതെ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ആ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് സോട്ടായി പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ഐറ്റംസ് ഇട്ട് കൊടുക്കാം.
ക്യാരറ്റ് വളരെ തിന്നായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ചില്ലി ചിക്കൻ കഴിക്കുമ്പോൾ അത് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ 2 സവാള ക്യൂബായിട്ട് കട്ട് ചെയ്തതും 1 ക്യാപ്സിക്കം ക്യൂബായിട്ട് കട്ട് ചെയ്തതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കളേഴ്സിൽ നല്ല കളർഫുൾ ആവണമെങ്കിൽ പല കളറിലുള്ള ക്യാപ്സിക്കം അവൈലബിൾ ആണ്, യെല്ലോയും ഓറഞ്ചും റെഡും ഒക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഒത്തിരി ഇന്ത്യൻ കുക്കിംഗ് സ്റ്റൈലിലേക്ക് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഇളക്കിയാൽ മതി. വാടി വരുമ്പോൾ തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം സോയാ സോസ്, ഒരു ടേബിൾ സ്പൂണോളം ചില്ലി സോസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇത്രേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം ഈ സോസിനൊക്കെ ഉപ്പുണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇതും ഈ പറഞ്ഞ പോലെ 1 മിനിറ്റൊക്കെ ഇളക്കിയാൽ മതിയാവും കേട്ടോ. 1 മിനിറ്റ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. അതിനുശേഷം നമ്മുടെ ഗ്രേവി തിക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അതിന് മുന്നേ ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ കുറച്ച് മുന്നേ ചേർത്തത്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കോൺഫ്ലോറും ചേർത്തിട്ടുണ്ട്, പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ കോൺഫ്ലോർ എടുത്ത പാത്രം ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒന്നുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ബാക്കി കൂടി. ഇതും ഒരു 1 മിനിറ്റ് ഇതുപോലെ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കുമ്പോൾ തന്നെ നമ്മുടെ കോൺഫ്ലോറിൻ്റെ പച്ചമണം മാറിക്കിട്ടും. അതിനുശേഷം ആവശ്യത്തിന് കുരുമുളക് പൊടി, അതുപോലെ ആദ്യം എടുത്ത സ്പ്രിംഗ് ഒനിയൻ്റെ ബാക്കി മുകൾ ഭാഗം, ആ പച്ച കളറുള്ള ഭാഗം കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ സോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ആയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിന് ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. മോസ്റ്റ്ലി ഉപ്പ് കറക്റ്റ് ആയിരിക്കും നമ്മൾ സോസൊക്കെ ചേർക്കുന്നത് കൊണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കായി കിട്ടും ഇതേപോലെ. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പച്ചക്കറി അധികം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ടിൽ എടുത്താൽ മതി. അപ്പോൾ ചിക്കൻ ഫുള്ളായിട്ട് കിട്ടും. ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ചിക്കൻ ആയിരിക്കും കൂടുതൽ കാണുക, ഈ വെജീസൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഏറ്റവും നല്ലത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ തന്നെ സെർവ് ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒന്നാണ് ഫ്രൈഡ് റൈസ്. പിന്നെ 2 കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. ഒന്ന്, സോസ് തിരഞ്ഞെടുക്കുമ്പോഴാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ചൈനീസ് മെയ്ഡായിട്ടുള്ള സോസൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ചൈന മെയ്ഡ് സോസ് ആണെങ്കിൽ നല്ല സ്വാദായിരിക്കും. അതാണ് നമ്മുടെ ഈ ഒരു കറിക്ക് ഏറ്റവും നല്ലത്. വേറെ ഇപ്പോൾ നമ്മൾ എത്ര നന്നായിട്ട് കറി ഉണ്ടാക്കിയാലും ഈ സോസൊന്നും ക്വാളിറ്റി ഇല്ലാത്തതാണ്, പൊട്ടിച്ചിട്ട് 6 മന്ത് കഴിഞ്ഞതാണ് എന്നൊക്കെ ആണെങ്കിൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഫ്രഷായിട്ട് വാങ്ങുന്ന സോസ് കൊണ്ട് ചൈന മെയ്ഡ് സോസൊക്കെ ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ പോയിൻറ്റ്, എന്തായാലും നിങ്ങൾ ഈ സ്പ്രിംഗ് ഒനിയൻ ഒഴിവാക്കിയിട്ട് ഈ ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കരുത്. ആ ഒരു ചൈനീസ് ടേസ്റ്റ് കൊടുക്കുന്നത് തന്നെ ഈ ഒരു ഒനിയൻ ബൾബും അതുപോലെ ഒനിയൻ സ്പ്രിങ് ഒക്കെയാണ്. സോ അത് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര വന്നാലും ആ ഒരു ചൈനീസ് ടേസ്റ്റിലോട്ട് നമുക്ക് എത്തില്ല. പിന്നെ അതാണ് മെയിൻ 2 പോയിൻറ്റ്സ്. ഓൾറെഡി 1 പോയിൻറ്റ് ഞാൻ പറഞ്ഞിരുന്നു, നല്ല ചൂടോടെ തന്നെ പെട്ടെന്ന് കുക്ക് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ അതും ഫോളോ ചെയ്യുക. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അടിപൊളിയായിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക.